ഹലോ ഗൈസ്, അങ്ങനെ മൂന്നാർ മെഡിക്കൽ ക്യാമ്പിൻ്റെ പാർട്ട് 1 രാവിലെ 6 മണിക്ക് എണീറ്റപ്പോൾ തന്നെ ഇരുട്ടാണ്ട് തന്നെ വീണ്ടും പോയി കിടന്നുറങ്ങിട്ടോ. പിന്നെ ഒന്ന് വെളിച്ചൊക്കെ വന്നിട്ട് എണീറ്റ് അങ്ങനെ നല്ല കൊടും തണുപ്പത്ത് ഇതേ മുഖമൊക്കെ കഴുകി നല്ല രീതിയിലൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ആലോചിച്ച് തണുപ്പത്ത് ഇരുന്നിട്ടാണ് കേട്ടോ വന്നത്, കാരണം അത്രയും തണുപ്പാണ്ട് എണീക്കാൻ പോലും വയ്യായിരുന്നു. അങ്ങനെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഞങ്ങൾ പോയപ്പോഴേക്കും വലിയൊരു ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് നല്ല വെള്ളപ്പം നൂൽപുട്ടും വെജ് സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാട്ടോ വെജ് സ്റ്റൂല് ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഞാൻ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും 25 ബാച്ചാക്കി തിരിച്ചു കേട്ടോ. പല പല കോളേജസിലുള്ള ആൾക്കാരായിട്ടാണ് ബാച്ച്. അങ്ങനെ ഓരോ ലീഡേഴ്സും പോയി അവരവരവർ ക്യാമ്പിലേക്കുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തത് ക്യാമ്പിലോട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ജീപ്പിലുള്ള എല്ലാവരെയും ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതുവരെ പരിചയമില്ലാത്ത കുറേ ആൾക്കാർ. പക്ഷെ പോയപ്പോൾ അപരിചിതമായി പോയതാണെങ്കിലും വന്നപ്പോൾ ഭയങ്കര കമ്പനി ആയിട്ടോ. അങ്ങനെ ക്യാമ്പിലെത്തി അവിടെ ഒരു കുടുംബശ്രീ ഹാളിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അവിടെ എത്തി മെഡിസിൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് പേര് BP നോക്കാൻ, കുറച്ച് പേര് മരുന്ന് എടുത്ത് കൊടുക്കാൻ, അങ്ങനെ ഓരോരോ പണി ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് എല്ലാവരും എല്ലാ പണിയും ചെയ്യും. അങ്ങനെ ഞാൻ BP നോക്കണതിൻ്റെ ഇടയിൽ ചായയും കേക്കൊക്കെ ആയിട്ട് അവിടുത്തെ ചേച്ചിമാർ വന്നേനെ കേട്ടോ. കുറേ പേഷ്യൻസും കാര്യങ്ങളും വന്നേനെ. ഈ ഒരു ക്യാമ്പ് കൊണ്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് കുറേ റിവിഷൻ ആയിട്ട് കുറേ പേഷ്യൻസ് ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടി. അതേപോലെ നമുക്ക് മെഡിസിൻ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് ഇയേഴ്സിലെ കുറേ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വന്നു കേട്ടോ. എനിക്ക് തന്നെ ഓരോന്ന് ഓർത്തെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു കേട്ടോ. കേൾക്കുന്നവർക്ക് അത് ചെറുതാണെങ്കിലും നമുക്കൊരിക്കലും പഠിച്ച വിവരങ്ങൾ ഇപ്പോഴും ഓർമ്മ ഉണ്ടോർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എല്ലാവരും എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തത് ഞങ്ങളെ ജീപ്പിക്ക് തന്നെ എല്ലാം കൊണ്ടുപോയി വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ബാച്ചിൻ്റെ കൂടെ എല്ലാവരും ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ജീപ്പിൽ കയറിയിട്ടോ. പിന്നെ എല്ലാവരും ഫുൾ ടൈം വന്നപ്പം ഭയങ്കര മിണ്ടാതിരുന്ന് വന്നതാണെങ്കിൽ തിരിച്ചു പോയപ്പോൾ എല്ലാവരും ഭയങ്കര സംസാരമായിരുന്നു. പിന്നെ ഞങ്ങളെ ചെന്ന് ഇറക്കിയത് ഒരു അമ്പലത്തിലാണ് കേട്ടോ. അവിടെ ഇന്ന് ശിവരാത്രിന്റെ വകയായിട്ട് അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു അമ്പലത്തിന്റെ അന്നദാനത്തിന് പോണത്. അങ്ങനെ നല്ല ചോറും സാമ്പാറും ഉപ്പേരിയും അച്ചാറൊക്കെ ആയിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഈ ക്യാമ്പിന് വന്നതുകൊണ്ട് തന്നെ ഒരു അമ്പലത്തിൽ കയറി അന്നദാനത്തിന് കൂടാനും ഇന്നലെ പള്ളിയിൽ പോവാനൊക്കെ എനിക്ക് പറ്റിയിട്ടോ. നല്ലൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ക്യാമ്പ് കൊണ്ട് ഞാൻ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു പായസമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പായസമൊക്കെ വാങ്ങിക്കുടിച്ചു. അനന്തന്റെ റെക്കമെൻഡേഷനോടവിൽ ഞാനൊരു പാലട പായസമാണ് കേട്ടോ വാങ്ങിക്കണേ. പിന്നെ ഞങ്ങൾക്കൊരു ഫീഡ്ബാക്ക് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ചായയും പരിപ്പ് വടയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുടിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഒരു 4:30 ആയപ്പോൾ. നമുക്ക് ഇതിലുള്ള ഫുഡും എല്ലാം നാഷണൽ മെഡിക്കൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ തരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് മുന്നിൽ ബസ്സിന് വേണ്ടി കാത്തിരിക്കാം. ആദ്യം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. നല്ല കുലുക്കായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ്സ് വാങ്ങാനായിട്ട് ഞങ്ങൾക്കൊരു കടൻ്റെ മുന്നിൽ നിർത്തി തന്നു. ഇത്രയും നല്ലൊരു ട്രിപ്പ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മെമ്മറിക്ക് വാങ്ങണ്ടേ എന്ന് വിചാരിച്ചത് മൂന്നാറിൻ്റെ തന്നെ പേരുള്ള ഒരു കീ ചെയിനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ വന്നത്, ഒരു മെമ്മറിക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി മണിക്കൂറുകൾ യാത്ര ചെയ്യണം കേട്ടോ നമ്മൾ കോളേജിലോട്ട് തിരിച്ചെത്താൻ. അങ്ങനെ ബാക്ക് സീറ്റിലായതുകൊണ്ട് തന്നെ നല്ല ചാട്ടായിരുന്നു കേട്ടോ. ഓരോ ഹമ്പ് ചാടുമ്പോൾ ഓരോ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഞങ്ങൾ വീഴാൻ പോകും. പിന്നെ എല്ലാവരും ക്ഷീണത്തിൽ ഉറക്കത്തു നിന്ന് രാത്രിയായിട്ട് എണീറ്റ് പിന്നെ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളി എല്ലായിരുന്നു. അങ്ങനെ രാത്രി ഡിന്നറിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഹോട്ടലിൽ. നല്ല അൽഫാം മന്തിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബസ് കയറിയ ഉടനെ എല്ലാവരും ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ബാക്ക് സീറ്റ് ആയതുകൊണ്ട് ഇന്ന് വലിയ ഉറക്കം കിട്ടുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ രാത്രി 3 മണിക്കാണ് കേട്ടോ ഹോസ്റ്റലിലെത്തിയത്.